കോലോത്ത് പിന്നെ എങ്ങനെയാ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിരിക്കണേ? ചാവടിയില മൂദേവിയായിട്ട് സേവയായിരുന്നില്ലേ അവന്? അവളോടൊപ്പം അവനെ അവിടുന്ന് അടിച്ചിറക്കേണ്ടതായിരുന്നു. പക്ഷെ എന്തോ അതിനുള്ള മനസ്സെനിക്ക് അങ്ങോട്ട് വന്നില്ല. ബ്രഹ്മചര്യം ലംഘിച്ചിട്ടില്ലെന്ന് പരദേവതകൾ കൊണ്ട് സത്യം ചെയ്തിട്ടും എന്തോ എനിക്ക് അങ്ങോട്ട് വിശ്വാസമായിട്ടില്ല മേപ്പാടൻ. തമ്പുരാട്ടി, അവിടുത്തെ കണക്കുകൂട്ടലുകൾ തെറ്റിയിരിക്കണു. ചാവടിയിലെ സ്ത്രീയുടെ സഹവാസം കൊണ്ട് കൃഷ്ണൻ തമ്പുരാന്റെ ബ്രഹ്മചര്യം നശിച്ചിട്ടില്ല. എന്റെ മന്ത്രാക്ഷരങ്ങളുടെ ശക്തി കൊണ്ട് കഠിനഹോമത്തിന്റെ പരമ്യതയിൽ ഒരു വെളിപാട് പോലെ ഞെട്ടിക്കുന്ന രഹസ്യം നാം മനസ്സിലാക്കി. എന്താ മേപ്പാടൻ? മാണിക്യശ്ശേരിയിലെ തമ്പുരാക്കന്മാരോട് അടങ്ങാത്ത പകയുമായി കോലോത്ത് കുടിയേറിയിരിക്കുന്ന ദുരാത്മാവ് ഉണ്ണിത്തമ്പുരാന്റെ സഹധർമ്മിയുടെ ശരീരത്തിലാ. ഏതോ ഒരു നിമിഷത്തിന്റെ ചപലതയിൽ ബ്രഹ്മചര്യം പോലും തമ്പുരാൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. അതോടെ അവൾ പൂർവാധികം ശക്തി പ്രാപിച്ചിരിക്കുക. കോലോത്തിന്റെ സർവനാശം കാണാതെ അവൾ ഇനി ഒഴിയില്ല. തമ്പുരാട്ടിക്കറിയോ, പണിക്കരുടെ മരണത്തിന് കാരണം ഈ ദുരാത്മാവ് തന്നെയാ. അതുമാത്രമല്ല, വേറൊരു വിശേഷം കൂടിയുണ്ട്. ആലത്തൂരുള്ള മിഖായിലച്ചന്റെ ദൂതൻ നമ്മെ വന്ന് കണ്ടിരുന്നു. നോം സംശയിച്ച പോലെ തന്നെ ആരെ അമ്പരിപ്പിക്കുന്ന വിവരങ്ങളാ അച്ഛനും അറിയാൻ കഴിഞ്ഞത്. നമുക്ക് എത്രയും വേഗം മിഖായിലച്ചനെ പോയി ഒന്ന് കാണണം. എന്താണോ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിനക്ക് വല്ലതും മനസ്സിലായി? എന്തോ ഒരു പിടിയുമില്ല. നിനക്കോ? ഇല്ല. രണ്ടുപേർക്കും അസുഖം ഇത്തിരി കൂടുതലാണെന്നാ തോന്നുന്നത്. ആ, മായ വന്നല്ലോ. മായയെ കാണുമെന്ന് ഇവർ എഴുതി കാണിച്ചു. എന്താ മാവ? ഇളയമ്മ അമ്പലത്തിലേക്ക് പൊയ്ക്കോളൂ. ഇവർക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ ഞാൻ കൊടുത്തോളാം. നിങ്ങൾ അവിടെ നിന്നേ. ദേ, എന്നെ ദ്രോഹിക്കാനാണ് ഭാവമെങ്കിൽ കാലും കൂടി തടത്തി കിടക്കെ തന്നെ കിടത്തും. അസുഖം ഭേദമാക്കണമെന്നാണോ? അസുഖമൊക്കെ ഭേദമാക്കി തരാം. പക്ഷെ ആ ഏലസ് കുറച്ചു നേരത്തേക്ക് അഴിച്ചു വെക്കേണ്ടി വരും. ധൈര്യമില്ലെങ്കിൽ വേണ്ട, അസുഖം അങ്ങനെ തന്നെ ഇരിക്കട്ടെ. നിങ്ങളെ കൊണ്ട് അതിന് കഴിയില്ല. ദേ, സൗമ്യ രമ്യ ഇങ്ങോട്ട് വന്നേ. എന്താ ചേച്ചി? നിങ്ങൾ ഈ മാമന്മാരുടെ ഏലസ് ഒന്ന് അഴിച്ചെടുത്തേ. അത് നിങ്ങളെടുത്തോ. ഈശ്വര, എന്റെ തളർച്ച മാറി. യക്ഷിയാണേലും ഭൂതമാണേലും വളരെ നന്ദിയുണ്ട്. അയ്യോ, ഏലസ് അത് പോയാ പ്രശ്ന. അവിടെ നിൽക്ക് കുട്ടികളെ. ഏലസ് തന്നെ.
വർഷങ്ങൾക്ക് മുമ്പ് ഗർഭാവസ്ഥയിൽ ജീവനോടെ ചിതയിൽ എരിഞ്ഞടങ്ങിയ കോരോത്ത് ദാസിപ്പണിന്റെ ആത്മാവ് ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാതെ ഒഴിഞ്ഞു പോവില്ല. പണ്ട് മേപ്പാടൻ ആവാഹിച്ച് കണ്ണേറ്റിങ്കര കാളിക്ഷേത്രത്തിന്റെ മുന്നിലെ ആൽമരത്തിൽ ബന്ധിച്ച ആ ദുരാത്മാവ് പുറത്തു ചാടിയത് തികച്ചും ആകസ്മികമാണ്. അതെങ്ങനെ സംഭവിച്ചു എന്നാ പറയണേ? കോളേജിൽ നിന്നും വിനോദസഞ്ചാരത്തിന് പുറപ്പെട്ട ഈ കുട്ടി ചരിത്ര പ്രാധാന്യമുള്ള പുരാതനമായ കണ്ണേറ്റിങ്കര ക്ഷേത്രവും സന്ദർശിക്കാനെത്തി. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ആവാഹിച്ച ആൽമരത്തിൽ തറച്ച മായാഗംഗയുടെ ദുരാത്മാവ് ആണി ഊരിയത് വഴി ഡേസിയുടെ ദേഹത്തേക്ക് പ്രവേശിച്ചു. അന്നേരം അതാരും മനസ്സിലാക്കിയില്ല. പക്ഷേ രാത്രി വീട്ടിലെത്തിയതിനു ശേഷം ഡേസിയിൽ ചില മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. പ്രാർത്ഥനയിലും ആഹാരകാര്യത്തിലുമെല്ലാം അവൾ തികച്ചും മറ്റൊരാളായി മാറുകയായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ മായാഗംഗയായി. ഒരു ദിവസം രാത്രിയിൽ ആരും കാണാതെ അവൾ വീട് വിട്ടിറങ്ങി. മാണിക്കശ്ശേരി കോവിലകത്തെത്തുകയായിരുന്നു അവളുടെ ലക്ഷ്യം. കോവിലകത്ത് പ്രവേശിക്കാൻ വേണ്ടി അവൾ മനഃപൂർവ്വം ഉണ്ണിയുമായി സൗഹൃദം സൃഷ്ടിക്കുകയായിരുന്നു. ഇനി എന്താ അച്ഛോ ഒരു പരിഹാരം? കാര്യങ്ങളുടെ ഗൗരവം ഇനി ഇവരോട് മറച്ചു വെക്കുന്നതിൽ അർത്ഥമില്ല. ആ കുട്ടിയുടെ ശരീരത്തിൽ നിന്നും ബാധ ഒഴിഞ്ഞു പോകുമ്പോ ഒരു മരണം ഏതായാലും ഉറപ്പാ. കർത്താവേ, അവൾ കടങ്ങാത്ത പ്രതികാരമുള്ള കോലോത്ത ഏതെങ്കിലും തമ്പുരാന്റെ ജീവനാകാം. അല്ലെങ്കിൽ കുടിയേറിയിരിക്കുന്ന ആ ശരീരത്തിന്റെ, അതായത് ഡെയ്സിയുടെ ജീവനാകാം. ഏതെങ്കിലും ഒന്നിനെ നശിപ്പിക്കാതെ, ഒരു നാശം കാണാതെ അവൾ ഒഴിഞ്ഞു പോവില്ല. എല്ലാ ശക്തികൾക്കും ഉപരിയായി ദൈവമെന്ന ശക്തിയിൽ നമുക്ക് അഭയം പ്രാപിക്കാം. വിശ്വാസങ്ങൾ പലതായാലും പ്രപഞ്ചത്തിൽ ദൈവം ഒന്നേയുള്ളൂ. അവൻ തന്നെ രക്ഷിക്കണം. അത്ഭുതങ്ങൾ സംഭവിച്ചുകൂടുന്നില്ല. പ്രതീക്ഷ കൈവിടണ്ട. ഞങ്ങൾ കാര്യങ്ങൾ ഒന്നുകൂടി വിശകലനം ചെയ്യട്ടെ. നിങ്ങൾ ഇവിടെ നിൽക്കുക. വരൂ മേപ്പാടൻ. എന്താ മേപ്പാടൻ, തന്റെ ബുദ്ധിയിൽ എന്തെങ്കിലും? കടുത്ത പ്രയോഗമാ. ഇതുവരെ ആരും പരീക്ഷിച്ചിട്ടില്ല. ഈ അവസ്ഥയിൽ ഒരു മരണം ഒഴിവാക്കാൻ വേണ്ടി എത്ര കടുത്ത പ്രയോഗവുമാകാം. വേറെ പോംവഴിയില്ലെങ്കിൽ മാന്ത്രിക ഗ്രന്ഥങ്ങളിലെ മർമ്മപ്രധാനമായ ആഭിചാര കർമ്മങ്ങളിൽ ഒരു ദഹന ഹോമത്തെക്കുറിച്ച് സൂചനയുണ്ട്. മരണാനന്തര കർമ്മങ്ങൾ നടത്തിയതിനു ശേഷം ദഹനഹോമം ചെയ്ത് ആത്മാവിനെ എന്നേക്കുമായി ഒഴിപ്പിക്കുക. ഒരു പരീക്ഷണ പ്രയോഗം. തനിക്കതിന് കഴിയും മേപ്പാടൻ. ധൈര്യമായിട്ട് മുൻപോട്ട് പോവുക. തന്റെ കർമ്മങ്ങൾക്ക് ഫലസിദ്ധി ഉണ്ടാകുന്നതുവരെ ഞാൻ പ്രാർത്ഥനാമുറിയിലുണ്ടാവും. ഓം ഹ്രീം പുരസ്പുര പ്രസ്പുര പ്രസ്പുര ഓരതര തലയൂവ ചടചട പ്രജട പ്രജട കഥാ ഓമ ബന്ധ ബന്ധ ഖാദയ ഖാദയ ഹും പ ഭൈരവീയ നമ ഭീമഭൈരവീയ നമ ഹിമഭൈരവീയ നമ ക്ഷീരഭൈരവീയ നമ. അവളെ പിടിച്ചോണ്ട് വരിക.
വിട്. വിടാ. വിടുക. കർമ്മങ്ങൾക്ക് വിഘ്നം നിൽക്കരുത്. ഇവൾ എന്റെ ഭാര്യ. ഇവക്ക് എന്ത് കർമ്മം വേണമെന്ന് ഞാൻ തീരുമാനിക്കും. നിന്നെ നിന്റെ കുടുംബത്തെ നശിപ്പിക്കാമെന്ന് ദുരാത്മാവാ. വിടുക. ഇല്ല ഉണ്ണി, ഈ കർമ്മം നടത്തിയേ പറ്റൂ. തടസ്സം നിൽക്കരുത്. താ പോടോ. നോക്കി അവനെ മുറിയിട്ട് കൂട്ടുക. മായയെ കൊണ്ടുവരുന്നത്. മുത്തശ്ശി മായ കൊണ്ടുവരുന്നത്. വിടണോ? അച്ഛ അവളെ തല്ലരുത്. എന്റെ ഗംഗ ഒന്നും ചെയ്യരുത്. വിടോ. അവളെ വിടാനാ പറഞ്ഞത്. അറിയങ്ങട്. എന്നെ വിടണോ? വിടാൻ. മുത്തശ്ശി, എന്നെ വിടാൻ പറ. വിടണോ? മുത്തശ്ശി, കണ്ണു തുറക്ക്. കണ്ണു തുറക്ക്. ഒഴിഞ്ഞു പോകുന്നുണ്ടോ നീ? നീ ഒഴിഞ്ഞു പോവോ? ഇല്ല, ഞാൻ പോവില്ല. ഇവിടുത്തെ തമ്പുരാക്കന്മാരെ കൊല്ലാതെ ഞാൻ പോവില്ല. നിന്നെ ദ്രോഹിച്ചവരാരും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. ഇവരെ ശല്യം ചെയ്യാൻ ഒഴിഞ്ഞു പോവാ. പോവില്ലെന്ന് പറഞ്ഞില്ലേ? ഇവരെ ബന്ധിക്കുക. മുത്തശ്ശി, എല്ലാരും കൂടി എന്തായി കാണിക്കുന്നത്? നിർത്തണേ. നീ പോവില്ലേ? നിന്നെ പറഞ്ഞേക്കാൻ നമുക്കറിയാം. അതിനുമുമ്പ് നിന്നെ ഞാൻ പറഞ്ഞയക്കും. നീ പ്രവേശിച്ചിരിക്കുന്ന ഈ ശരീരം ഞാൻ കത്തിച്ച് ചാമ്പലാക്കാൻ പോവാ. പണ്ട് നിന്നെ ജീവനോടെ ചുട്ടരിച്ചതുപോലെ. ഒഴിയുന്നുണ്ടോ നീയെ? എന്നെ നീ ഒഴിപ്പിക്കോ? നീ എന്നെ ഒഴിപ്പിക്കോന്ന്? ഓം കാളി ശക്തി ദുർഗായ നമഃ. എന്തൊക്കെയാ? ഓം കാളി. എന്നെ പറഞ്ഞയക്കരുത്. വിറകെടുക്കുക. ഓം ക്ലീം യോഗിനി യോഗിനി യോഗേശ്വരി യോഗേശ്വരി. വല്ല മന്ത്രവാദികളുടെ വാക്കേണ്ട അവളെ ഉപദ്രവിക്കരുത്. എന്നെ പറഞ്ഞയക്കരുത്. എന്റെ മായ ഒന്നും ചെയ്യരുത്.
ഇനി പേടിക്കാനൊന്നുമില്ല. നൗ ഷീസ് നോർമൽ. ജെയിംസ് ഏട്ടാ. അപ്പച്ചാ. മായേ, ദേ നോക്കേ, മുത്തശ്ശി, കൃഷ്ണേട്ടൻ, അമ്മാവൻ, ഞങ്ങൾ എല്ലാരും ഉണ്ട് ഇവിടെ. ഇവരൊക്കെ ആരാ ജെയിംസ് ഏട്ടാ? മായേ, നിനക്കെന്നെ മനസ്സിലായില്ലേ? ഞാൻ ഉണ്ണിയാ. ഉണ്ണിയോട് ഞാൻ അന്നേ പറഞ്ഞില്ലേ ഇത് മായയല്ല ഡെയ്സി ആണെന്ന്. ഡെയ്സി, ഇത് ചതിയാ. നിങ്ങൾ എല്ലാരും കൂടെ മന്ത്രവാദവും കൂടോത്രം ചെയ്ത് എന്റെ മായയുടെ സമനില തെറ്റിച്ചതാ. എന്റെ മായ ഈ അവസ്ഥയിലാക്കിയപ്പോ തൃപ്തിയായില്ലേ നിങ്ങൾക്ക്? മായേ, ഇവര് പറയുന്ന ഒന്നും വിശ്വസിക്കരുത്. എല്ലാം കള്ളോ. നീ എന്റെയാ, എന്റെ മാത്രം. നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. ഉണ്ണി, ഞാൻ പറയുന്നു. ഞാനൊന്നും പറയണ്ടോ. എന്റെ മായയെ തട്ടിയെടുക്കാനാണ് ഉദ്ദേശമെങ്കിൽ കൊല്ലു നിന്ന് ഞാൻ. എന്താ ഇതൊക്കെ? മോൾ ഇതൊന്നും അറിയണ്ട, റെസ്റ്റ് ചെയ്തോളൂ. അതല്ല, ഡെയ്സി എല്ലാം അറിയണം. എല്ലാം ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. ഉണ്ണിയില്ലേ? എന്തിനാ എന്റെ കുട്ടിയെ വീണ്ടും അന്വേഷിക്കണേ? നിങ്ങൾക്കറിയോ, അവനിപ്പോ ആരോടും ഒന്നും ഉരിയാടാറില്ല, ഭക്ഷണവും ഇല്ല. തകർന്നു പോയി എന്റെ കുട്ടി. നിങ്ങൾക്ക് നിങ്ങളുടെ പെണ്ണിനെ തിരിച്ചു കിട്ടിയില്ലേ? കഴിഞ്ഞതൊക്കെ അല്പം വിഷമത്തോടു കൂടിയാണെങ്കിലും ഞങ്ങൾ അത് മറക്കാൻ ശ്രമിക്കുക. കോലത്തെ ശാപങ്ങളൊക്കെ തീർന്നിരിക്കുക. ഞങ്ങളുടെ ഉണ്ണിക്ക് ഞങ്ങൾ തന്നെ ഒരു പെൺകുട്ടിയെ കണ്ടുപിടിച്ചോളാം. ഈ നിൽക്കുന്ന ഉണ്ണി അതിന് സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ ഡേസിയെ വിവാഹം കഴിക്കാൻ ആലോചിച്ചത് ശരി തന്നെ. പക്ഷേ ഉണ്ണിക്ക് ഡേസിയോടുള്ള സ്നേഹത്തിന്റെ മുമ്പിൽ ബാക്കിയെല്ലാം നിസ്സാരമാണ്. കഥകളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഡേസിക്കും അത് ബോധ്യമായി. ഇനി മുതൽ അവൾ ഡേസിയല്ല, ഈ കോലോത്ത ഉണ്ണിയുടെ, നിങ്ങളുടെ മായ. മായേ, പിന്നെ ഒരു സന്തോഷ വാർത്ത കൂടിയുണ്ട്. ഈ കോലത്ത് ഒരു അനന്തരാവകാശം ഉണ്ടാകാൻ പോവുകയാ. അതെ, ഉണ്ണി ഒരു അച്ഛനാകാൻ പോകുന്നു. കൺഗ്രാറ്റുലേഷൻസ്. മോളെ, കുഞ്ഞുകാവു, എന്താ ഇത്? ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ലാന്ന് വിചാരിച്ചോ? ഉണ്ണിക്ക് മായയായി, കൃഷ്ണന് കൊച്ചുറേസിയായി, 46 വയസ്സ് കഴിഞ്ഞിട്ട് മോഹങ്ങൾ ഉള്ളിൽ ഒതുക്കി നിൽക്കണ ആ പാവം രാമന്റെ കാര്യത്തിലും ഒരു തീരുമാനം എടുക്കണം. മനസ്സിലായോ? എന്റെ കാര്യം ശരിയായിട്ടോ? അവൻ പറഞ്ഞത് കേട്ടില്ലേ? ആഹാ.